നമസ്കാരം. ഗോതമ്പ് പുട്ട് നല്ല ഫൈബറുള്ള ഗോതമ്പ് പൊടി ആയിരിക്കണം കേട്ടോ. അതും കുറച്ച് തേങ്ങയും എടുക്കുക, കുറച്ച് ഉപ്പ് ചേർക്കുക, വെള്ളം ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് പുട്ടിനെ നനയ്ക്കണം. അതിൽ നന്നായിട്ട് അധികം വെള്ളം ചേർക്കരുത്. ആദ്യം തേങ്ങ തിരുമ്മി ചേർക്കണം. ഞാനിവിടെ വെള്ളത്തിന് പകരം പച്ചക്കറി വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് ചേർത്താണ് പുട്ടിനെ കുഴച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, നന്നായിട്ട്. എന്നിട്ട് അത് പൊത്തി അടച്ച് വെക്കുക ഒരു 10 മിനിറ്റ്. അതിന് ശേഷം ഉതിരി പുട്ടായിട്ട് അപ്പച്ചെമ്പിൽ അടിയിൽ കുറച്ചുകൂടി തേങ്ങ ഇട്ടിട്ട് അതൊരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല സ്വാദിഷ്ടമായ ഗോതമ്പ് പുട്ട്. അതിൻ്റെ കൂടെ ദാളാണ് ഞാൻ എളുപ്പത്തിലുണ്ടാക്കുന്നത്. പരിപ്പുണ്ടല്ലോ, പായസപ്പരിപ്പ്, അതെല്ലാം കൂടി കുക്കറിലിട്ട് 2 വിസിൽ വേവിച്ച് അങ്ങനെ തന്നെ ഉടച്ച് വെളിച്ചെണ്ണ ചേർക്കുക പതിവ്. ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയോ തക്കാളിയൊക്കെ ചേർത്ത് മല്ലിയിലയൊക്കെ ചേർത്ത് ചെറുനാരങ്ങ പിഴിയും. അത് ഇറക്കി വെച്ചതിന് ശേഷം ചെറുനാരങ്ങ